ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ജെൻഡാക്കുലർ ആർട്ടാണ് വരയ്ക്കുന്നത്. നമുക്കറിയാം, വരയ്ക്കാൻ അറിയാത്ത ആർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നത് ഒന്നാണ് ജെൻഡാക്കുലർ ആർട്ട്. നമുക്കറിയാം, എന്ത് വരച്ചാലും അത് ജെൻഡാക്കുലർ ആർട്ടിൽ പെടുന്നതാണ്. ജസ്റ്റ് എന്തെങ്കിലും വരച്ച് അതൊന്ന് ഫില്ല് ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ക്രിയേറ്റീവായിട്ടുള്ള ജെൻഡാക്കുലർ ആർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറേ ഹാർട്ട് ആണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പിങ്കും റോസും ഓറഞ്ചും യെല്ലോ ഗ്രീൻ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ട് വരുന്ന സ്ഥലത്ത് ജസ്റ്റ് സർക്കിൾ പോലെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സർക്കിളല്ല, ജസ്റ്റ് കർവ് ചെയ്താണ് കൊടുക്കുന്നത്. നല്ലപോലെ കർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഷേപ്പുള്ള ജെൻഡാക്കുലർ ആർട്ട് കംപ്ലീറ്റ് ആയി. നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ മാറും. അപ്പോൾ തന്നെ അതിന് വേറൊരു ഡിസൈൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ജെൻഡാക്കുലർ ആർട്ടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്ത് വരച്ചാലും അത് ലാസ്റ്റ് എത്തിച്ചേരുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ജെൻഡാക്കുലർ ആർട്ടിൻ്റെ ഒരു പ്രത്യേകത. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ. എല്ലാവർക്കും വരയ്ക്കാൻ അറിയില്ലാത്ത എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതും വരയ്ക്കാൻ അറിയുന്നവർക്കും പറ്റുന്നതാണ് ജെൻഡാക്കുലർ ആർട്ട്. എന്നെപ്പോലെ വരയ്ക്കാൻ അറിയാത്തവർക്ക് സ്പെഷ്യലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ജെൻഡാക്കുലർ ആർട്ട്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ നമ്മുടെ മൈൻഡ് ഒന്ന് ടയേർഡ് ആവുമ്പോൾ, നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാനും നമ്മൾ ടോട്ടലി നല്ല പീസ്ഫുൾ ആക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആർട്ടാണ് ജെൻഡാക്കുലർ ആർട്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ.